കൊച്ചി വാട്ടർ മെട്രോയുടെ വിജയകരമായ മാതൃകയെ അടിസ്ഥാനമാക്കി സരയൂ നദിയിൽ അയോധ്യയിൽ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ്. 50 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ വാട്ടർ മെട്രോ ഗുപ്തർഘട്ടിനും നയാഘട്ടിനും ഇടയിൽ പ്രവർത്തനക്ഷമമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കുക. ഇത് നഗരത്തിലെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയോധ്യയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ വാരണാസിയിലും സമാനമായ സർവീസുകൾ ആരംഭിക്കാൻ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട്. കൊച്ചി ജലമെട്രോയ്ക്ക് മാർച്ച് മാസത്തിനുള്ളിൽ 11 ബോട്ട് നൽകാനുള്ള കരാറിന്റെ ഭാഗമായി നിർമ്മിച്ച ബോട്ടുകളാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ഇടപെടലിലൂടെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയതെന്നാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. പദ്ധതിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉള്ളതിനാലാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച സരയൂ നദിയിലൂടെ സർവീസ് തുടങ്ങാനാണ് കേരളത്തിൽ നിന്നും ബോട്ടുകൾ വേഗത്തിൽ കൊണ്ടുപോയത്. ബോട്ടുകൾ ഡിസംബർ 17-നാണ് കേരളത്തിൽ നിന്നും എത്തിച്ചത്. ബോട്ടുകൾ അയോധ്യയിൽ എത്തിയതിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് കേരള സർക്കാർ ഇക്കാര്യം അറിയുന്നത്. രാജ്യത്തെ 2ാമത്തെ ജലമെട്രോ അയോധ്യയിൽ ആരംഭിക്കുന്നുവെന്നായിരുന്നു മാധ്യമങ്ങൾ നൽകിയ വാർത്ത. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ബോട്ടുകൾ സർവീസ് ആരംഭിക്കും. 50 സീറ്റുകളുള്ള 100 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകളാണിവ. ജലമെട്രോ അതോറിറ്റി കപ്പൽശാലയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കഴിഞ്ഞ ഒക്ടോബറിൽ 23 ബോട്ടുകൾ കൈമാറേണ്ടതായിരുന്നു. അനുബന്ധ കരാറുകളിൽ തടസ്സമുണ്ടായതിനാൽ ഇത് പാലിക്കാനായില്ല. തുടർന്ന് മാർച്ച് വരെ നീട്ടി. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ജനുവരി മുതൽ ബോട്ടുകൾ നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കപ്പൽശാല. 3 മാസത്തിനുള്ളിൽ 11 ബോട്ടുകൾ കൂടി എത്തുമ്പോൾ കൂടുതൽ സർവീസ് ആരംഭിക്കാൻ ജലമെട്രോ അതോറിറ്റിയും തയ്യാറെടുത്തു. ഇതിനിടെയാണ് നിർമ്മാണം പൂർത്തിയായ ബോട്ടുകൾ യുപിയിലേക്ക് കൊണ്ടുപോയത്. ഇതോടെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുള്ള കൊച്ചി വാട്ടർ മെട്രോയുടെ നീക്കം പ്രതിസന്ധിയിലായി.